നമസ്കാരം, ഗുഡ് ഈവനിങ്. മൈ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബുദ്ധ പൂർണിമയാണ്. വൈശാഖ മാസത്തിലെ പൗർണമി ദിവസം, വെള്ളിയാഴ്ച ദിവസം വരുന്ന പൗർണമി ദിവസം. പവർഫുൾ ഡേയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെല്ലാം നല്ല നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. അപ്പം നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് റീഡിങ് കാണുക. ഓക്കെ. അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദി. നിങ്ങൾ ചാനൽ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനലിൽ മെമ്പർഷിപ്പുണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കൂടെ തന്നെയാണ് ക്യാഷ് അടച്ച് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കയറേണ്ടത്. മെമ്പേഴ്സിന് ഞാൻ വീക്ക്ലി 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. അവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി കയറി വരുന്ന റീഡിംഗ് ആണ്. അപ്പോൾ പേഴ്സണലി ഒരു റീഡിംഗ് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ കാര്യങ്ങൾ ഒരു വ്യക്തത വരികയും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന് പോസിറ്റീവ് മൈൻഡോടുകൂടി ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് റീഡിങ് കാണുക. ഓക്കെ, നമുക്ക് കാർഡ്സ് ഷഫിൾ ചെയ്യാം. ഇന്ന് പൗർണമി ദിവസമാണ്. വൈശാഖ മാസത്തിലെ പൗർണമി ദിവസം ബുദ്ധ പൂർണിമയെന്നും പറയും. അപ്പോൾ ഇന്ന് എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും വളരെ പവർഫുള്ളായിട്ട്, നമ്മൾ ഏകാഗ്രമായിട്ട് എന്ത് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ വരുന്ന ഒരു പവർഫുൾ ഡേയും കൂടിയാണ് വൈശാഖ മാസം. എല്ലാവർക്കും അറിയാമല്ലോ, ആ പുണ്യ മാസത്തിലെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം വരുന്ന പൗർണമി ദിവസം കൂടിയാണെന്ന്. മഹാലക്ഷ്മിയും ഭഗവാൻ മഹാവിഷ്ണു ഭഗവാനും നേരിട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു പുണ്യ ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത്. അതേപോലെ ഇന്ന് 6 മണി കഴിഞ്ഞിട്ട് 6:30 കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലിരുന്ന് പൂർണ്ണചന്ദ്രൻ്റെ മുമ്പിലിരുന്ന് ഏകാഗ്രമായിട്ട് നമ്മൾ എന്ത് മാനിഫെസ്റ്റേഷൻ, നമ്മൾ സത്യസന്ധമായിട്ടുള്ള എന്ത് കാര്യവും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. അത് നമ്മളിലേക്ക് വളരെ വേഗം കടന്നു വരുന്നതായിരിക്കും. നമുക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ എഴുതാം. ആ ഒരു പവർഫുൾ ഡേ ആണെന്ന്. ഇന്നത്തെ ദിവസം ഒരു 9:45 10 മണിക്കകം വെച്ച് നമുക്കിപ്പോൾ ഒരു പേപ്പറിൽ പച്ച മഷി കൊണ്ടോ നീല മഷി കൊണ്ടോ നമുക്ക് 11 പോർട്ടൽ ഉപയോഗിക്കാം, 12 പോർട്ടൽ ഉപയോഗിക്കാം, നമ്പർ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നടന്നു എന്നുള്ള ഒരു രീതിയിൽ ഒന്നുകിൽ മാനിഫെസ്റ്റേഷൻ പറയുക അല്ലെങ്കിൽ എഴുതുക. വളരെ പവർഫുള്ളാണ്. അത് നിങ്ങളിലേക്ക് കടന്നു വരും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഒരു പവർഫുൾ ഡേയിൽ കടന്നു വരുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ദ മെജീഷ്യനാണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ പവറിൻ്റെ കാർഡാണ് മെജീഷ്യൻ. അവരിപ്പോൾ തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇത് മെജീഷ്യൻ എന്ന് പറയുമ്പോൾ മേജർ അർക്കാന കാർഡാണ്. അവരിപ്പം റിലേഷൻഷിപ്പിനകത്ത് അവർ നിങ്ങളെ തീവ്രമായിട്ട് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അട്രാക്ഷൻ അവർക്ക് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. എന്നുവെച്ചാൽ അവരിപ്പോൾ കൂടുതൽ നിങ്ങളെ ആഗ്രഹിക്കുന്നു. അത് തീവ്രമായിട്ട് നിങ്ങളെ അടുത്ത് വേണമെന്നും നിങ്ങളെ തിരിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളുടെ വ്യക്തി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മേജർ ആർക്കാന കാർഡ് കൂടിയാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. പക്ഷേ അവരൊരു ഈ ആഗ്രഹം ഉണ്ടല്ലോ, അവരത് പുറമേ കാണിക്കുക. രണ്ടാമതും എനിക്ക് മേജർ അർക്കാന കാർഡാണ്, എംബററാണ് വന്നേക്കുന്നത്. അവർ ഈ ഒരു വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും മുമ്പിൽ തല കുനിക്കില്ല. ഇവർ ഇങ്ങനെ മനസ്സിലാകത്തുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കുന്നില്ല. പുറമേ ഭയങ്കര ദേഷ്യഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വിചാരിക്കുമോ ഇത് ചുമ്മാതാണ് ഈ പറയുന്നത്, ഇവർ ഇങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷെ അല്ല. അവരൊരു വളരെ പക്വതയോടുകൂടി ഒരു ജീവിതത്തിലൊരു ഘടന ഉള്ളവരാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും മുമ്പിൽ അവരായിട്ട് ചെന്ന് തലകുനിച്ച് കൊടുക്കത്തില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്ത് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് ഇന്ന് കാണുന്നത്.
അതേപോലെ തന്നെ 5 ഓഫ് സോൾസ് നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം മല്ലിടുന്ന ഒരു സാഹചര്യമാണ്. അത് തെറ്റിദ്ധാരണയാണ്. സോൾസിൻ്റെ എനർജി എന്ന് പറയുമ്പം എയർ എലമെൻ്റാണ്, ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ സംശയം അങ്ങനെ എന്തോ സാഹചര്യത്തിലാണ് രണ്ട് കൂട്ടരും തമ്മിൽ വഴക്കിടുന്നത് എന്ന് വെച്ചാൽ പരസ്പരം ക്ലാരിറ്റി ഇല്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ മത്സര ബുദ്ധിയോടുകൂടി വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഇവരുടെ സ്വഭാവത്തിന് ആരും ചേരത്തുമില്ല. കാരണം ഇവരുടെ മനസ്സിലുള്ള കാര്യം പുറമേ പറയത്തില്ല. സ്നേഹമാണെങ്കിലും അത് പ്രകടിപ്പിക്കാത്ത സ്നേഹമാണ്, അത് ഉള്ളിലുള്ള സ്നേഹമാണ്. ഇവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവർക്കറിയില്ല. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെയല്ലേ, അതാണ്. അതേപോലെ ചിലപ്പോൾ ഹൈഡിങ് മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അത് ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധാരണ ഉണർത്തുന്നു. അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അതെ, അതേപോലെ 9 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അപ്പം ഈ തെറ്റിദ്ധാരണ മൂലം ചിലപ്പോൾ ഇവരായിരിക്കാം നിങ്ങളെ തെറ്റിദ്ധരിച്ചത്, അല്ലെ അവരായിരിക്കാം നിങ്ങളെ തെറ്റിദ്ധരിച്ചത്. പക്ഷേ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ലായ്മ. ഇപ്പം സമാധാനം ഇല്ല ഇവരിപ്പം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്, നിങ്ങളെ ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങളുടെ അഭാവം അവരെ സമാധാനക്കേടിലോട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉറക്കമില്ലായ്മ, എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം. ഇടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, എന്താ പറയുക അങ്ങനെയുള്ളൊരു വാക്ക് ഉപയോഗിക്കരുത് എന്നൊക്കെ. സംസാരത്തിനിടയിലങ്ങ് വന്നു പോകുന്നതാണ് കേട്ടോ, സോറി. അപ്പോൾ ഒരു സമാധാനക്കേടിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അവരിപ്പോൾ തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്. അതെ, പേജ് ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് മിണ്ടിയില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് തിരക്കി അറിയുന്നുണ്ട്, നിങ്ങളുടെ പുറകെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും. കാരണം അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പുറമേ അത് കാണിക്കുന്നില്ല, പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ്, സ്നേഹം പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം ഇപ്പോഴെല്ലാവർക്കും പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് വേണ്ടുന്നത്. ചില ആൾക്കാരങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെ ഇരിക്കും. നമ്മളുടെ കയ്യിൽ 5 വിരൽ ഒരേപോലെ ഇരുന്നിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ പോലെ പലരും പല ആൾക്കാരാണ്. അപ്പം അവർ നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ട്. നിങ്ങളെ ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് തിരക്കി അറിയുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കാം, പല രീതിയിലും അവർ നിങ്ങളെ തന്നെ, നിങ്ങളുടെ സ്നേഹത്തിൽ തന്നെ എന്നെ വിട്ടു പോയോ, ഇനി എന്നിൽ നിന്ന് വേറെ എവിടോട്ടെങ്കിലും പോയോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലോട്ടായിരിക്കാം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ എംബററായിട്ട് പിടിവാശിയായിട്ട് ഇരിക്കുന്നെങ്കിലും മനസ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളതാണ് എനിക്കിന്ന് കാണാനായിട്ട് കഴിയുന്നത്. സമാധാനം ഇല്ല, നിങ്ങളില്ലാതെ ഉറക്കവും ഇല്ല. ചിലപ്പോൾ ഒന്ന് ഈ അടി കൂടുന്നെങ്കിലും ഇങ്ങനെ മാറി നിൽക്കുന്നെങ്കിലും നിങ്ങളുടെ കൂടെ ഒന്ന് അടി കൂടിയില്ലെങ്കിൽ ഉറക്കം വരില്ലായിരിക്കാം, അല്ലെ നിങ്ങളുടെ 2 പള്ള് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളായിരിക്കാം എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മനസ്സിനകത്ത് വഴക്കാണെങ്കിലും തെറ്റിദ്ധാരണയാണെങ്കിലും പക്ഷേ സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഇതിനകത്തുനിന്നെല്ലാം ഒരു ജസ്റ്റിസ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നീതിബോധത്തോടു കൂടി പെരുമാറണം, തൻ്റെ വ്യക്തിയോടൊരു നീതിബോധത്തോടു കൂടി ഇനിയെങ്കിലും പെരുമാറണം. ഇത് മേജർ അർക്കാന കാർഡാണ്. എന്നാലേ അവർ ഈ ഒരു പ്രശ്നം തിരിച്ചു വരുത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിന് മുൻകൈ എടുക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ട്. അതെ, ഇങ്ങനെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് 10 ഓഫ് സോൾസ് ആണ്. ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഒരു എൻഡിങ്, ഈ ഒരു റിലേഷൻഷിപ്പിലൊരു എൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു റിലേഷനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് അവർ ഒരു നീതിബോധത്തോടു കൂടി പെരുമാറണമെന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. അവരുടെ ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അത് തിരുത്തി അവർക്ക് അവരുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം. ഇതൊരു 10 ഓഫ് സോൾസ് എന്ന് പറയുമ്പം ഒരു എൻഡിങ് ആണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡും കൂടിയാണ്. എല്ലാം അവസാനിക്കുന്നില്ല, അവസാനിച്ചെടുത്ത് നിന്ന് പുതിയൊരു തുടക്കമുണ്ട് എന്നൊക്കെ ഈ ഒരു കാർഡ് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഒരുപാട് ഇതേപോലെ തന്നെ 1000
മുള്ളുകൾ കുത്തി ഇറങ്ങുന്ന വേദന ഇപ്പോൾ അവർക്കും അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാവാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇതിൽ നിർത്തുന്നു. പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം. ഈ വ്യക്തികളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന വ്യക്തികളാണ്. എല്ലാം ഹരിച്ചും ഗുണിച്ചും തലനാരിര കീറി മുറിച്ച് അന്വേഷിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അങ്ങ് അറ്റം വരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പം അവർ ഒരുപാട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രതിസന്ധികളും യാതനകളും എല്ലാം തരണം ചെയ്ത് ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് അവർ സ്വന്തം പ്രയത്നത്തിൽ കൂടിയാണ് അവരിവിടം വരെ എത്തിയത്. അതുകൊണ്ടാണ് ആ വ്യക്തികൾ അങ്ങനെ ആയത്. ആരുടെയും മുമ്പിൽ താഴ്ന്നു കൊടുക്കത്തില്ല. ഒരു കടുംപിടുത്തക്കാരൻ അല്ലെങ്കിൽ ഒരു കണിശക്കാരൻ, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അത് അവരുടെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക്, അവരുടെ കൂടെ കഴിയുന്ന നിങ്ങൾക്കറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. അവർ ഒരു ക്രൂരനൊന്നുമല്ല. അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവർ നടന്നു വന്ന വഴികളിലൂടെ, അവർ പിന്നിട്ട വഴികളിലൂടെയുള്ള അനുഭവങ്ങളാണ് അവരെ ഇങ്ങനെ ആക്കി തീർത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കാത്തത്. പക്ഷേ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും ഇങ്ങനെയാണ് അവർ, പൊതുവേ അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളതാണ് എപ്പോഴും. പക്ഷേ അവർക്ക് അത് വിശ്വാസമുണ്ട്, ഈ ഒരു സാഹചര്യം അവർക്ക് നേരെയാക്കി കൊണ്ടുവരാൻ കഴിയും. കാരണം അവരുടെ കറണ്ട് എനർജി തന്നെ മജീഷ്യനാണ്. എന്തും തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കഴിവ് അവർക്ക് തന്നെയുണ്ട്. മജീഷ്യൻ, മാനിഫെസ്റ്റേഷൻ പവർ എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൻ്റെ മീനിങ്. എന്തും അവർ, പക്ഷേ ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ മജീഷ്യൻ വരുമ്പോൾ അവർ നിങ്ങളെ, അവരവരുടെ വ്യക്തിയെ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അവരുടെ പിടിവാശിയാണ്. ഈ ബന്ധത്തിനകത്ത് അവരുടെ പിടിവാശിയാണ് ഇപ്പോൾ ബ്ലോക്കേജ് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. അത് അവരുടെ ക്യാരക്ടറാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ഒരു ബുദ്ധ പൗർണിമയിൽ, ഈ ഒരു വൈശാഖ മാസത്തിലെ പൗർണമി ദിനത്തിൽ എനിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ഫീലിംഗ് ആയിട്ടും സിറ്റുവേഷനായിട്ടും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല. ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. അപ്പം എല്ലാവർക്കും ബുദ്ധ പൂർണിമ ആശംസകൾ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും, മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അതിതീവ്രമായിട്ട് തന്നെ കടന്നു വരട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.